ഹായ്, ഞാൻ മൊയ്തീൻകുട്ടി ചോലക്കൻ. കുറച്ച് ദിവസം മുമ്പ് ഹാരിസ് മഹദനി തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ച്, കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ട സമയത്ത് ഒരു വീഡിയോ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഈ വീഡിയോയെക്കുറിച്ച് മറ്റൊരു യൂട്യൂബറായ ന്യൂസ് ഹാക്കറിന്റെ ഒരു വ്യക്തി വളരെയധികം അതിനെ വിമർശിക്കുന്നത് യൂട്യൂബിൽ കൂടി കണ്ടു. ആ ഉമ്മാന്റെ ഫോട്ടോ വെച്ച് പ്രദർശിപ്പിച്ച ആ വീഡിയോ തികച്ചും അത് ആ സമയത്ത് ഉചിതമല്ല എന്നാണ് എൻ്റെ 100% അഭിപ്രായം. ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ചാനൽ കണ്ടപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ ഇതിനൊരു വിമർശനം രൂപപ്പെട്ടതാണ്. ആ ചാനൽ കണ്ടാൽ നമ്മുടെ ന്യൂസ് ഹാക്കറിന്റെ യൂട്യൂബർ പറയുന്നത് പോലെ തന്നെ തികച്ചും മനഃശാസ്ത്രപരമായിട്ട് അതിനെ നമ്മൾ വിശകലനം ചെയ്താൽ അത് അതിനു മുമ്പുള്ള ഒരു വൈകാരികതയിൽ നിന്ന് ഉടലെടുത്തതാണെന്നും തികച്ചും അതൊരു നെഗറ്റീവ് ഇമേജാണ് വ്യൂവേഴ്സിന് കിട്ടുന്നത്. കാരണം ഒരു പോസിറ്റീവായിട്ടല്ല അതിനെ ആ കാര്യങ്ങളെന്ന യൂട്യൂബ് ചാനൽ കൂടി ഉസ്താദ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലെ ബാഹ്യമായിട്ട് ഉസ്താദ് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഉസ്താദിന്റെ ഉപബോധ മനസ്സിലെ അതിന് മുമ്പുള്ള പ്രശ്നങ്ങളുടെ വൈകാരികതയാണെന്ന് നമുക്ക് തികച്ചും അത് വിളിച്ചോതുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ യൂട്യൂബ് വളരെ മനഃശാസ്ത്രപരമായുള്ള കാര്യങ്ങളെ യൂട്യൂബർക്ക് അതിൽ കൂടി വിമർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ഉൾക്കാഴ്ചയോടുകൂടി അതിലടങ്ങിയിരിക്കുന്ന അന്തസത്ത മനസ്സിലാക്കാനും നമ്മുടെ ന്യൂസ് ഹാക്കറിന്റെ യൂട്യൂബർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനും സംശയമില്ല. ഇവിടെ നമ്മുടെ യൂട്യൂബർ വിമർശിക്കപ്പെടുന്നത് മറ്റൊരു കാര്യത്തിനാണ്. നമ്മൾ ഒരിക്കലും ഒരാളെ വ്യക്തിപരമായി അയാളുടെ ഫിസിക്കൽ രൂപത്തെയോ അല്ലെങ്കിൽ അയാളുടെ മെന്റൽ രൂപം എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവങ്ങളും മറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വിമർശിക്കുന്നത് ശരിയല്ല. അത് ഒരു പ്രത്യേകിച്ച് ഹാരിസ് മദനിയെ പോലുള്ള ആളുകൾ ഇതുപോലുള്ളൊരു വീഡിയോ ആന്തരികമായിട്ട് ഒരർത്ഥവും ബാഹ്യമായിട്ട് മറ്റൊരർത്ഥവും ഉസ്താദ് ഉദ്ദേശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഉസ്താദ് ഓർക്കേണ്ടതായിരുന്നു, ഏത് ആളുകളായിരുന്നാലും മനുഷ്യന് ഒരു മനുഷ്യത്വപരമായിട്ടൊരു ഒരു സ്വഭാവം, ഒരു സിമ്പതി മനുഷ്യന്റെ അകത്തളത്തിൽ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് പ്രകടമാക്കുന്നതേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇങ്ങനൊരു മരണപ്പെട്ട സമയത്ത് തികച്ചും ഇങ്ങനൊരു വീഡിയോ ഉസ്താദിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു. ഏതായാലും അത് വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ന്യൂസ് ഹാക്കർ ഇതിനെ വളരെ മോശമായ രീതിയിലാണ് ന്യൂസ് ഹാക്കർ വിമർശിക്കുന്നത്. പറയുന്ന കാര്യം 100% ശരിയാണ്. എന്നാൽ അതിനെ മറ്റൊരു താളത്തിൽ ന്യൂസ് ഹാക്കർ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ന്യൂസ് ഹാക്കർ അംഗീകരിച്ചിരുന്നു. തികച്ചും പറയുന്നത് ശരിയാണ് എന്നുള്ളത്. ന്യൂസ് ഹാക്കറിൽ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ഒരു വ്യക്തിയെ നമ്മൾ അയാളുടെ ബാഹ്യരൂപവും തലപ്പാവും അതേപോലെ മെന്റലി, ഉദാഹരണമായിട്ട് സ്ത്രീകളുടെ കമന്റുകൾ, ഈ രീതിയിലൊക്കെ നമ്മളൊരു വ്യക്തിയെ ഇത്രത്തോളം ഒരു സമൂഹത്തിന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിമ്പതിയുടെ ഒരു മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബർ ഇവിടെ ഇടുന്നത്. അതിലെ യൂട്യൂബർ, ഈ ന്യൂസ് ഹാക്കർ ഇതുപോലെ ഇത്രയും മോശമായ രീതിയിൽ അതിനെ വിമർശിച്ചത്, മോശമെന്ന് പറഞ്ഞാൽ മോശമായ വൈകാരികതയിൽ അതിനെ വിമർശിച്ചത് ഒരിക്കലും ശരിയല്ല. നമ്മൾ സമൂഹത്തിലെ ഒരാളെയും ഈ രീതിയിൽ നമ്മൾ വിമർശിക്കരുത്. അങ്ങനെയാണെങ്കിൽ യൂട്യൂബറും ഹാരിസ് മദനിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹാരിസ് മദനിനേക്കാളും മെച്ചപ്പെട്ടത് യൂട്യൂബറേക്കാളും മെച്ചപ്പെട്ട ആൾ ഹാരിസ് മദനി തന്നെയല്ലേ? അപ്പൊ നമ്മൾ ചെയ്തൊരു മോശമായ കാര്യത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ അതിലും മോശത്തോടു കൂടിയാണോ നമ്മൾ ന്യൂസ് ഹാക്കറെ വിമർശിക്കപ്പെടേണ്ടത്? ഒരിക്കലും അങ്ങനെ. ഇങ്ങനെ ഒരാളെ കരിവാരിത്തേക്കുന്ന രീതിയിൽ നമ്മൾ വളരെയധികം വേദന ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടിയാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരാൾ വിമർശിക്കപ്പെടാൻ പാടില്ല. പറയുന്ന കാര്യം ശരിയാണ്. പക്ഷെ അത് വേറെ ട്യൂണിനാണെങ്കിൽ അത് എത്ര നല്ല കാര്യങ്ങളാണ്. ഒരു മനുഷ്യത്വപരമായ സമീപനത്തിന്റെ ഭാഗമായിട്ട് ന്യൂസ് ഹാക്കറിന്റെ ചാനലിൽ നിന്ന് വന്ന കുറെ സന്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നമുക്കത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കായിരുന്നു. പക്ഷെ ന്യൂസ് ഹാക്കർ ഇവിടെ ചെയ്തത്
അതിലുപരിയായിട്ട് അതിനെ മറച്ചു വെക്കുന്ന രീതി, ആ ചെയ്ത ആ ആശയത്തെ മറച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു വൈകാരികതയും അതേപോലെ തന്നെ ഒരു പ്രയോഗങ്ങളും എല്ലാം പ്രയോഗിച്ചത് വളരെ മോശമായി പോയി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിന് വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും. വ്യൂവേഴ്സ് നമ്മൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണ് കൂടുതൽ ആളുകൾ. പക്ഷേ ആ മഅദനി, നമ്മുടെ ഹാരിസ് മഅദനിയുടെ വീഡിയോ യേക്കാൾ ഉപരി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമായി പോയി. വൈകാരികതയിൽ നിന്നാണെങ്കിലും നമ്മുടെ യൂട്യൂബറായ ന്യൂസ് ഹാക്കറിൽ നിന്ന് വന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിയുന്നു നമ്മൾ ഇതുപോലുള്ള പ്രയോഗങ്ങളെ ഒരു വ്യക്തികളെ പാടെ നമുക്ക് അത്രയും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചീത്തകളോ മറ്റോ നമ്മുടെ സെക്കൻഡ് പേഴ്സണിൽ നിന്നും കിട്ടണം. പക്ഷെ അത് ഹാക്കറെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ലല്ലോ. ഏതായാലും മറ്റൊരാൾ തമ്മിലുള്ള സമൂഹത്തിലെ ഒരു പ്രശ്നത്തെക്കുറിച്ചല്ലേ ന്യൂസ് ഹാക്കർ പ്രതികരിക്കുന്നത്. അത് ന്യൂസ് ഹാക്കർ കാണിക്കേണ്ട വൈകാരികതയ്ക്കൊരു അളവുണ്ട്. ഇത് പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് എൻ്റെ ഒരു എളിയ ഉപദേശം ഞാൻ ഈ വീഡിയോയിൽ കൂടി അവതരിപ്പിക്കുകയാണ്. ബൈ.